കടുവയെ പിടികൂടാനായി സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയതിനെ തുടർന്ന് മലപ്പുറം കേരള എസ്റ്റേറ്റ് വില്ലേജിലെ CT എസ്റ്റേറ്റിൽ സംഘർഷാവസ്ഥ. കഴിഞ്ഞ 15-ന് കാളികാവ് അടയ്ക്കാക്കുണ്ട് പാറശ്ശേരിയിൽ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടുവ കടിച്ചു കൊന്നിരുന്നു. ഇതിനെ തുടർന്ന് വനംവകുപ്പ് സ്ഥാപിച്ച 3ാമത്തെ കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പുലി കുടുങ്ങിയതെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം പൂക്കോട്ടുംപാടം കവളമുക്കട്ടയിൽ വളർത്തുനായ്ക്കളെ കടിച്ചു കൊന്ന പുലിയാണ് കൂട്ടിലായതെന്നും സംശയമുണ്ട്. പുലിയെ കൊണ്ടുപോകാനെത്തിയ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. പുലിയെ എവിടേക്കാണ് കൊണ്ടുപോയി വിടുന്നത് എന്ന രേഖാമൂലം എഴുതി നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ വനംവകുപ്പ് ഇതിന് തയ്യാറായില്ല. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. തുടർന്ന് ജനപ്രതിനിധികളെ കൂടി വനംവകുപ്പിന്റെ വാഹനത്തിൽ കയറ്റിയ ശേഷമാണ് പുലിയെ ഉൾവനത്തിലേക്ക് കൊണ്ടുപോയത്. പുലിയെ പിന്നീട് ഉൾവനത്തിലേക്ക് തുറന്നുവിടുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. 15 ദിവസക്കാലമായിട്ട് കരുവാരക്കുണ്ട് പഞ്ചായത്തിന് കാളികാവ് പഞ്ചായത്തിന് മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവമാണ് ഇന്ന് കടുവക്ക് വെച്ച കെണിയിൽ പുലിയാണ് കുടുങ്ങിയിട്ടുള്ളതെങ്കിലും ഇത് ഇവിടുന്ന് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരെ നമുക്കൊരു തീരുമാനം തരേണ്ടതുണ്ട്. ഇത് ഈ ഇവിടുന്ന് പുലിയെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, എന്താണ് ചെയ്യാന്നുള്ളൊരു വിവരം നാട്ടുകാർക്ക് അറിയേണ്ടതുണ്ട്. അത് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ അഭിപ്രായം. കാരണം വെച്ചാല് ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിൽ നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം തന്നെയാണ് ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്, താനാളൂർ.